തങ്ങളുടെ കുട്ടികളുടെ കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ രക്ഷാപ്രവർത്തനം അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ തീരുമാനമെടുത്ത ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. ഒടുവിൽ കഴിഞ്ഞ ഇടത് സർക്കാരിനെയും നിലവിലെ സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാഴ്ത്തിയ വിവാദങ്ങളുടെ തോഴനായ എം.ആർ. അജിത് കുമാറിനെതിരെ സസ്പെൻഷൻ നടപടി വന്നതോടുകൂടി കുട്ടികളുടെ കണ്ണുനീരിന് പകരം ചോദിക്കാനുള്ള നടപടികളുടെ ആദ്യഘട്ടം സർക്കാർ ഔദ്യോഗികമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത്ര എളുപ്പത്തിലായിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അജിത് കുമാറിനെ സംരക്ഷിക്കാനും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിച്ച മറ്റുദ്യോഗസ്ഥരെ ബലിയാടാക്കാനുമുള്ള ശ്രമങ്ങൾ വരെ നടന്നിരുന്നു. തുടക്കത്തിൽ ഈ കേസിൽ നടപടി വൈകുന്നതിൽ യു.ഡി.എഫിനകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒടുവിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും എസ്.പി. എ.പി. ഷൗക്കത്ത് അലിയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തുകയും ചെയ്തത്. ഷൗക്കത്ത് അലി മേധാവിയായ എസ്.ഐ.ടി നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഷൗക്കത്ത് അലിയുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് അജിത് കുമാറിന് ഇത്രയും പെട്ടെന്ന് ഒരു നടപടി വാങ്ങി നൽകിയത്. തന്നിൽ യു.ഡി.എഫ് സർക്കാർ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി കാത്തുസൂക്ഷിച്ചു ഷൗക്കത്ത് അലി. ആദ്യം നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേര് പരാമർശിക്കാതെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ.ഡി.ജി.പി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ടിൽ എം.ആർ. അജിത് കുമാർ എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിക്കാനെത്തിയ കെ.എസ്.യു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഗൺമാനും എതിരെയുള്ള തുടരന്വേഷണവും നിയമ നടപടിയുമാണ് അടുത്ത ഘട്ടം. നിലവിലെ ആലപ്പുഴ എം.എൽ.എ. എ.ഡി. തോമസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമാണ് അന്ന് മർദ്ദനമേറ്റത്. ഈ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിട്ടും അന്നത്തെ സർക്കാരിന്റെ കാലത്ത് ഈ പരാതിയിൽ കാര്യമായ പുനരന്വേഷണമോ പുരോഗതിയോ ഉണ്ടായിരുന്നില്ല. ഈ കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ.ഡി.ജി.പി. അജിത് കുമാർ നേരിട്ട് ഇടപെട്ടു എന്നതാണ് എസ്.ഐ.ടി കണ്ടെത്തിയത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ മൊഴിയാണ് ഈ നിർണായക വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. അജിത് കുമാറിന്റെ തിരുവനന്തപുരം ഓഫീസിലേക്ക് തന്നെ വിളിച്ചുവരുത്തി സുരക്ഷാ സംഘത്തിന് അനുകൂലമായി കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തി എന്നായിരുന്നു ആ പ്രധാന മൊഴി. ഓഫീസിലെ 2 ഗ്രേഡ് എസ്.ഐമാർ ചേർന്ന് കേസിൽ തിരിമറി നടത്തിയപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അജിത് കുമാറിന്റെ ആദ്യത്തെ വാദം. എന്നാൽ അജിത് കുമാറിന്റെ വ്യക്തമായ നിർദ്ദേശപ്രകാരമാണ് ഇവർ കേസിൽ ഇടപെട്ടതെന്ന് എസ്.ഐ.ടി പിന്നീട് കണ്ടെത്തുകയായിരുന്നു. അക്രമത്തിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കൈവശം കിട്ടിയിട്ടും കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റഫർ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അജിത് കുമാർ അയച്ച സന്ദേശവും എസ്.ഐ.ടിക്ക് ലഭിച്ചു. കേസിൽ അദ്ദേഹം നടത്തിയ നേരിട്ടുള്ള ഇടപെടലിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതിനു പുറമെ കേസന്വേഷണത്തിന്റെ ഭാഗമായിരുന്ന 3 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഉന്നത പദവിയുടെ അധികാരം ഉപയോഗിച്ച് അജിത് കുമാർ കേസിൽ ഇടപെട്ടു എന്ന അതീവ ഗുരുതര പരാമർശമുള്ള റിപ്പോർട്ടാണ് ഒടുവിൽ ഡി.ജി.പിയുടെ മുന്നിലെത്തിയത്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ ഇരയായ കേസായതിനാൽ സർക്കാർ അനാവശ്യ ഇടപെടൽ നടത്തിയെന്ന ആരോപണം ഒഴിവാക്കാൻ പഴുതടച്ച അന്വേഷണം വേണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഡി.ജി.പിക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല, ഈ നടപടി ചോദ്യം ചെയ്ത് അജിത് കുമാർ കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ റിപ്പോർട്ടിൽ തെറ്റായ ഒരു ചെറിയ പരാമർശം പോലും ഉണ്ടാകരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറും മുൻപ് എസ്.ഐ.ടിയിൽ നിന്നും ഡി.ജി.പി കൂടുതൽ വ്യക്തത തേടി. അജിത് കുമാറിന്റെ ഇടപെടലിന്റെ കൂടുതൽ തെളിവുകൾ നിരത്തി എസ്.ഐ.ടി ഇത് സ്ഥിരീകരിച്ചു. തുടർന്ന് സർക്കാരിന് ഉചിതമായ നടപടിയെടുക്കാം എന്ന ഡി.ജി.പിയുടെ ശുപാർശ സഹിതമുള്ള റിപ്പോർട്ട് ബുധനാഴ്ച വൈകുന്നേരം ആഭ്യന്തര വകുപ്പിലെത്തി. അന്നു രാത്രി തന്നെ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ഫോണിൽ സംസാരിച്ചു. ഗുരുതര കുറ്റമാണ് അജിത് കുമാർ ചെയ്തതെന്നും കടുത്ത നടപടി തന്നെ വേണമെന്നും ഇരുവരും ശക്തമായി അഭിപ്രായപ്പെട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ട യാതൊരു നിഷ്പക്ഷതയും അദ്ദേഹം പാലിച്ചില്ലെന്നും പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തെ രക്ഷിക്കാൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് അദ്ദേഹം കാണിച്ചതെന്നും ഇരുവരും വിലയിരുത്തി. തുടർന്ന് നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള 1.5 പേജുള്ള കുറിപ്പ് തയ്യാറാക്കി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കൈമാറി. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരായ നടപടിയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട മുഖ്യമന്ത്രി അത് പൂർണ്ണമായി അംഗീകരിക്കുകയും സസ്പെൻഷൻ ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു. എം.ആർ. അജിത് കുമാർ ഇതിനു മുൻപും നിരവധി വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, ഫോൺ ചോർത്തൽ, തൃശൂർ പൂരം അട്ടിമറി തുടങ്ങി നീണ്ട ആരോപണ നിര തന്നെ അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അജിത് കുമാറുമായുള്ള സർക്കാരിന്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് പി.വി. അൻവർ ഇടതുപക്ഷത്തു നിന്ന് തെറ്റിപ്പിരിഞ്ഞതുപോലും.
സ്വർണ്ണക്കടത്തും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളും അൻവർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിരുന്നു. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടേതടക്കം ഫോൺ ചോർത്തിയെന്ന ആരോപണവും കടുത്ത സാമ്പത്തിക ക്രമക്കേടുകളും അദ്ദേഹത്തിന് നേരെ ഉയർന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷത്തെ ഏറെ വെട്ടിലാക്കിയ ഡീൽ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു RSS നേതാക്കളുമായുള്ള MR അജിത് കുമാറിന്റെ രഹസ്യ കൂടിക്കാഴ്ച. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളെ, BJP നേതാവ് രാം മാധവ് അടക്കമുള്ളവരുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിനെയോ വകുപ്പിനെയോ അറിയിക്കാതെ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയത് വലിയ പ്രോട്ടോകോൾ ലംഘനമാണെന്ന് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന UDF ശക്തമായി ആരോപിച്ചു. എന്നാൽ ഇതൊരു സ്വകാര്യ സന്ദർശനമാണെന്നായിരുന്നു അന്ന് അജിത് കുമാറിന്റെ വാദം. എങ്കിലും ഘടകകക്ഷിയായ CPI അടക്കം വിഷയത്തിൽ വൻ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ തടസ്സങ്ങൾക്ക് പിന്നിൽ MR അജിത് കുമാർ ആണെന്ന ആരോപണവും ശക്തമായിരുന്നു. BJPക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹം ബോധപൂർവം ഇടപെടൽ നടത്തിയെന്ന് പ്രതിപക്ഷം അന്ന് ആരോപിക്കുകയും CPI LDFിൽ വിഷയം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടും തുടക്കത്തിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ സസ്പെൻഷൻ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാതൃകയാണ്. കുറ്റകൃത്യം ചെയ്യാൻ ഉത്തരവിടുന്നവർ രക്ഷപ്പെടുകയും അനുസരിക്കുന്ന കീഴുദ്യോഗസ്ഥർ മാത്രം നടപടി നേരിടുകയും ചെയ്യുന്ന പതിവ് രീതിയിൽ നിന്നുള്ള ഒരു തിരുത്തലാണിത്. UDF സർക്കാർ എടുത്ത ഈ നിർഭയവും ശക്തവുമായ തീരുമാനം വരും കാലങ്ങളിൽ മറ്റ് കേസുകളിലും മാതൃകയാക്കണം എന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിലുള്ള ശക്തമായ വികാരം. ദിവസങ്ങൾക്കപ്പുറം തന്റെ തൊപ്പിയിൽ ചേർക്കേണ്ടിയിരുന്ന DGP എന്ന പൊൻതൂവലാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമാകാൻ പോകുന്നത്. ഈ മാസം 31-നാണ് DGP പദവിയിൽ നിന്ന് നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. ഒഴിവ് വരുന്ന ആ DGP സ്ഥാനത്തിന് നിലവിലെ സീനിയോറിറ്റി വെച്ച് അജിത് കുമാറാണ് അർഹൻ. പക്ഷേ നടപടി നിലനിൽക്കുന്നതിനാൽ അത് കൈവിട്ടുപോകും. പകരം അടുത്ത സീനിയറായ ഉദ്യോഗസ്ഥനാണ് സ്ഥാനക്കയറ്റം ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിലവിലെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ഉയർത്തി നേരിടാനാണ് അജിത് കുമാറിന്റെ ശ്രമം. മുൻകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കോടതിയിൽ നിന്ന് അജിത് കുമാറിന് ആശ്വാസം ലഭിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സർക്കാരും അജിത് കുമാറും തമ്മിലുള്ള നിയമ പോരാട്ടങ്ങൾക്കാകും വരും ദിവസങ്ങൾ വേദിയാവുക. നിയമത്തിനു മുന്നിൽ ആരും അതീതരല്ലെന്ന് തെളിയിക്കുന്നതാണ് MR അജിത് കുമാറിനെതിരെയുള്ള ഈ സസ്പെൻഷൻ നടപടി. അധികാരത്തിന്റെ ഹുങ്കിൽ തെറ്റുകൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കാലം കരുതി വച്ച മറുപടിയാണിത്. ജനങ്ങളുടെ കണ്ണുനീരിനും നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാരുടെ വിലാപങ്ങൾക്കും ഒടുവിൽ ഉത്തരമുണ്ടായിരിക്കുന്നു. എന്നാൽ നിയമപോരാട്ടങ്ങൾ ഇനിയും ബാക്കിയുള്ളതിനാൽ സർക്കാരിന്റെ ഈ ഇച്ഛാശക്തി വരും ദിവസങ്ങളിലും തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.